ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തലേദിവസവും ഓണത്തിൻ്റെ അന്നത്തെയും കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് തലേദിവസമാണ് പൂക്കളൊക്കെ കൊണ്ടുവന്ന് അതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. അമ്മ നല്ല പണിയിലാണ് കിച്ചണിൽ. നാളത്തേക്കുള്ള പ്രിപ്പറേഷനും ഇന്നത്തേക്ക് ഡിന്നറിനുള്ളതും എല്ലാം റെഡിയാക്കുകയാണ്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ചിക്കൻ കറിയും ചപ്പാത്തിയും അതുപോലെ തന്നെ ബ്രെഡും ഉണ്ടായിരുന്നു. അമ്മയുടെ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഒരുപാട് ജോലികളുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പൂ ക്ലീനാക്കലാണ്. ഇങ്ങനെ ഇതളൊക്കെ മാറ്റി എടുത്തു. പിന്നെ കുറേ പൂക്കളൊക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ രാത്രിയിൽ നമ്മുടെ പരിപാടികൾ ഇതൊക്കെയാണ്. സമയം ഒരു 12 മണി ആവാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ 2 പൂക്കളിടും. ഒരെണ്ണം നല്ല വലിപ്പത്തിൽ ഭംഗിയുള്ളൊരു പൂക്കളം, പിന്നെ ഒരെണ്ണം നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഓണം കൊള്ളാനുള്ളൊരു പൂക്കളം, നമ്മുടെ മാവേലീനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കളം. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസിൻ്റെ ഒരു മൈലാഞ്ചി ഡിസൈനാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇട്ടു. പിന്നെ അതിന് പുള്ളിയൊക്കെ കുത്തി. അങ്ങനെ ഇതാണ് നമ്മുടെ തലേ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഹാപ്പി ഓണം. ഇന്ന് നമ്മുടെ ഓണമാണ്. അപ്പോൾ രാവിലെ തന്നെ പൂക്കളത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടി പോണത് അമ്പലത്തിലേക്കാണ്. നമ്മൾ പോണത് ഇവിടെ അടുത്തുള്ള TKS പുരം അമ്പലത്തിലേക്കാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പൂക്കളാണ്. ഈ വർഷം ഒരുപാട് പൂക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു പൂക്കൃഷി തന്നെയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലെത്തി. ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കണത്. അടയും നാളികേരത്തിൻ്റെ പാലും അതുപോലെ പഞ്ചസാരയും. ഓണായിക്കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ചെറിയൊരു ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ആണല്ലോ ഹാഫായിട്ടുള്ള ലോട്ടസിൻ്റെ മെഹന്തിയും അതുപോലെ തന്നെ കുപ്പിവള കിലുക്കലും. ഇതിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ട്രാൻസിഷൻ വീഡിയോ ആണ്. ഇന്നലെ ഞങ്ങൾ നോർമൽ ഡ്രസ്സിലൊരു വീഡിയോ എടുത്തു. പിന്നെ ഇന്ന് നമ്മൾ റെഡിയായി വന്നിട്ട് വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് ഡാൻസ് പഠിക്കുകയായിരുന്നു. ഇതിന് ഡാൻസ് എന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല. കുറേ ബ്ലൂപ്പേഴ്സാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ ഓണം അടിപൊളിയായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ സ്പെഷ്യൽ കാര്യങ്ങളാണ് ഇനി വരാൻ പോണത്. നമ്മുടെ സദ്യയാണ്. ഓലനും മോരുകറിയും അതുപോലെ ക്യാബേജ്, അച്ചാർ, പുളിയിഞ്ചി, പിന്നെ അവിയൽ, രസം, സാമ്പാർ, പപ്പടം, പിന്നെ 2 പായസം ഉണ്ടായിരുന്നു. പായസം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ബാക്കിയെല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് ഇതിനെല്ലാത്തിനും ഒന്ന് പരിചയപ്പെടുത്താണ്. ഇത് ഓലനാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അമ്മയുടെ സദ്യ പൊളിയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ നാട്ടിലുള്ളത്. ഓണത്തിന് സാധാരണ അമ്മ ഉണ്ടാവാറില്ല. അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ സന്തോഷം കൂടി ഉണ്ട്. അങ്ങനെ ഇലയൊക്കെ ഇട്ടു ഓരോ കറികളായിട്ട് വിളമ്പി. ഇനി നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കാൻ പോവാണ്. ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് താഴെയും കുറച്ച് പേര് ടേബിളിൽ ഇരുന്നു. അങ്ങനെ നമ്മൾ നല്ല സന്തോഷമായിട്ട് ഓണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ചു. ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിലൊക്കെ വെച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ പായസം കൂടി കുടിച്ച് ഓണസദ്യ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ചു. ഇനി നമ്മളൊന്ന് ചാലക്കുടി വരെ പോവുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ഇരുട്ടായി. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.